Hi all, welcome to a new episode of Ace Your Exams. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom BBA ബാച്ചുകളുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് ഈ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 മൊഡ്യൂളുള്ള ഒരു പേപ്പറാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് കോൺസെപ്റ്റ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഈ ഏരിയയിൽ എന്താണ് ഓണ്ടർപ്രണറിൻ്റെ മീനിങ്, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓണ്ടർപ്രണർ, then classification of entrepreneur, qualities of a successful entrepreneur, functions of entrepreneur. ഇത്ര ഏരിയയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവനായിട്ടും ഈ വീഡിയോയിൽ പറയുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഈ വീഡിയോയിൽ നമ്മൾ മുഴുവനായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ എന്താണ് ഓണ്ടർപ്രണർ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓണ്ടർപ്രണർ എന്ന് നോക്കാം. The word entrepreneur is derived from the French word entreprendre. Entreprendre എന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഓണ്ടർപ്രണർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു അണ്ടർടേക്ക് എന്നാണ്. അതുകൊണ്ട് ഓണ്ടർപ്രണർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ റിസ്ക് ഓഫ് എ ന്യൂ എൻ്റർപ്രൈസ്. ഒരു പുതിയ എൻ്റർപ്രൈസ് തുടങ്ങാനുള്ള ആ റിസ്ക് എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഈസി അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെയാണ്. നഷ്ടമായിരിക്കുമോ ലാഭമായിരിക്കുമോ ഒന്നും അറിയാതെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിനെയാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഓണ്ടർപ്രണറിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയാനാണെങ്കിൽ, ഓണ്ടർപ്രണർ ഈസ് എ പേഴ്സൺ ഹു ക്രിയേറ്റ്സ്, ഡെവലപ്സ് ആൻഡ് മാനേജസ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെയാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. An entrepreneur is one who starts and operates his own business. He is sometimes called venturepreneur. ഓണ്ടർപ്രണറിനെ വെഞ്ചർപ്രണർ എന്നും കൂടെ പറയും. എ പേഴ്സൺ ഹു സ്റ്റാർട്ട്സ് ആൻഡ് ഓപ്പറേറ്റ്സ് ഹിസ് ഓൺ ബിസിനസ്. അയാളുടെ സ്വന്തം ബിസിനസ് തുടങ്ങി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഓണ്ടർപ്രണറിന് പല ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ILO ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, BBC ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. സോ അങ്ങനെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. മീനിങ് ഇത്രയേ ഉള്ളൂ, ആരാണോ ഒരു ബിസിനസ് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് കൊണ്ടുപോകുന്ന ആ വ്യക്തിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓണ്ടർപ്രണർ. ഓണ്ടർപ്രണറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണെങ്കിൽ കുറേ പോയിന്റ്സ് പറയാനുണ്ട്. അബൌട്ട് 15 പോയിന്റ്സ് കൂടുതൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആൻ ഓണ്ടർപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ മാറ്റം വരുത്തുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓണ്ടർപ്രണർ ഇംപ്രൂവ്സ് ദ ടെക്നോളജി, പ്രൊഡക്ട്സ് ആൻഡ് ദ സൊസൈറ്റി. ആ ഓണ്ടർപ്രണർ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യും, പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ സൊസൈറ്റീനെ ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഓണ്ടർപ്രണർ ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്. ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഹു ടേക്സ് റിസ്ക് ടു അച്ചീവ് ഗോൾസ്. അയാളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ദെൻ ഓണ്ടർപ്രണർ ഈസ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഓണ്ടർപ്രണർ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു ഫിനാൻഷ്യൽ റിവാർഡിന് വേണ്ടിയിട്ടോ പേഴ്സണൽ റിവാർഡിന് വേണ്ടിയിട്ടോ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. Then entrepreneur accepts responsibilities with enthusiasm and endurance. എന്ത് റെസ്പോൺസിബിലിറ്റീസ് കിട്ടിയാലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓണ്ടർപ്രണറുടേത്. ദെൻ ഓണ്ടർപ്രണർ ഈസ് ബോത്ത് തിങ്കർ, ഡുവർ, പ്ലാനർ ആൻഡ് വർക്കർ. ചിന്തിക്കുന്നതും വർക്ക് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം ഈ ഓണ്ടർപ്രണർ തന്നെയായിരിക്കും. Then entrepreneur always looks for opportunities and exploits them for economic gains. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെന്ന് കണ്ടുപിടിക്കുകയും അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്ത് ഇക്കണോമിക് ഗെയിൻസ്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ദെൻ ഓണ്ടർപ്രണേഴ്സ് ഫൈൻഡ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഓണ്ടർപ്രണേഴ്സ് തന്നെ കണ്ടെത്തും. Then entrepreneurs start on their own because they do not like to work for others. അവർ സ്വന്തമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ദേ ഡു നോട്ട് ലൈക്ക് ടു വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ കീഴിലോ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വരിക. ദെൻ ഓണ്ടർപ്രണർ ഡസ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വിഷൻ, ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ.
ആ ഓണ്ടർപ്രണറുടെ വിഷൻ, ഹാർഡ് വർക്ക്, പാഷൻ എല്ലാം കൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ചെയ്യും. അതായത് നോർമലി ഒരു ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് ഓണ്ടർപ്രണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ കൂടുതലായിട്ട് കുറേ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. എന്നാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. ഓണ്ടർപ്രണേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓണ്ടർപ്രണേഴ്സിനെ മെയിൻ ആയിട്ടും 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഏത് ടൈപ്പ് ബിസിനസ് ആണ് ആ ഓണ്ടർപ്രണർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. തേർഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഫോർത്ത് വൺ ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. ക്ലാരൻസ് ഡാൻഹോഫ് എന്ന് പറഞ്ഞ ഒരാൾ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നതാണ്. ഇങ്ങനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻസിന്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ബിസിനസ് ഓണ്ടർപ്രണർ, സെക്കൻഡ് വൺ ട്രേഡിംഗ് ഓണ്ടർപ്രണർ, തേർഡ് ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണർ, ഫോർത്ത് കോർപ്പറേറ്റ് ഓണ്ടർപ്രണർ, ഫിഫ്ത്ത് അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണർ. ഫസ്റ്റ് വൺ ബിസിനസ് ഓണ്ടർപ്രണർ എന്താണ്? ഹി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഡിസ്കവേഴ്സ് ആൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ് ആൻഡ് ദെൻ ബിൽഡ്സ് എ ബിസിനസ് ടു ഗിവ് ബർത്ത് ടു ഹിസ് ഐഡിയ. അതായത് ഒരു ഇൻഡിവിജ്വല് സ്വന്തമായിട്ട് ബിസിനസ്സിന് വേണ്ടി ഐഡിയ ഡിസ്കവർ ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെയാണ് ബിസിനസ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രേഡിംഗ് ഓണ്ടർപ്രണർ ഈസ് ആൻ ഓണ്ടർപ്രണർ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ്, ഇങ്ങനെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് ട്രേഡിംഗ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് ട്രേഡിംഗ് മാത്രമായിരിക്കും. ഒരിടത്തുനിന്ന് ബൾക്കായിട്ട് വാങ്ങി മറ്റൊരിടത്ത് വിൽക്കുക. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ് ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണർ ഇസ് ഓണ്ടർപ്രണർ ഹു അണ്ടർടേക്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. സ്വന്തമായിട്ട് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഓണ്ടർപ്രണർ ഈസ് എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽ ഇൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് എ കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ്. ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറിനെയാണ് കോർപ്പറേറ്റ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണർ. അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ those who undertake agricultural activities such as marketing of crops, fertilizers and other input of agriculture. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൽ ഓണ്ടർപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഓണ്ടർപ്രണർ ആവാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. ഫസ്റ്റ് വൺ ആണ് പ്യൂർ ഓണ്ടർപ്രണർ. പ്യൂർ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും സ്റ്റാറ്റസിനൊക്കെ വേണ്ടിയിട്ടും ഓണ്ടർപ്രണേഴ്സ് ആവുന്നവരെയാണ് പ്യൂർ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവരവരുടെ സ്കില്ലുകളും എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യും. ഓക്കെ, പ്യൂർ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ those entrepreneurs who starts a venture for their personal satisfaction, status and ego. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ്, അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. സെക്കൻഡ് വൺ ആണ് ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ. ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ they do entrepreneurial activity with a view to ഗെറ്റ് സം ബെനിഫിറ്റ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ചില ബെനിഫിറ്റുകൾ, അതായത് സബ്സിഡിയോ ഇൻസെന്റീവ്സോ കൺസെഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്റർപ്രൈസസ് സ്ഥാപിക്കുന്ന ആൾക്കാരെയാണ് ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ. മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കും. അവരുടെ അംബീഷൻ തന്നെയായിരിക്കും ഈ ഒരു ഓണ്ടർപ്രണർ ആവുക എന്നുള്ളത്. സോ അവരുടെ ഒരു സെൽഫ് ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് ഓണ്ടർപ്രണേഴ്സ് ആവുന്നവരെയാണ് മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണർ. സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ അവർക്ക് നാച്ചുറലായിട്ട് കിട്ടിയ ടാലന്റ് ആണ്, ജന്മനാ കിട്ടിയ ടാലന്റ് ആണ് ഈ ഓണ്ടർപ്രണർ റിയൽ ടാലന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ദേ ആർ ഓണ്ടർപ്രണേഴ്സ് വിത്ത് ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദർ എബിലിറ്റി. അവർക്ക് അവരുടെ എബിലിറ്റിയിൽ വിശ്വാസമുണ്ട്. അവർക്കറിയാം നന്നായിട്ട് സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവാൻ അവർക്ക് സാധിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഓണ്ടർപ്രണറിയൽ ഏരിയയിലേക്ക് വരുന്ന ആൾക്കാരെയാണ് സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓണ്ടർപ്രണേഴ്സിനെ ഫസ്റ്റ് ജനറേഷൻ, മോഡേൺ ആൻഡ് ക്ലാസിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് തിരിക്കുന്നുണ്ട്. സോ ആരാണ് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ? ഹീ ഈസ് വൺ ഹു സ്റ്റാർട്ട്സ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ്. സ്വന്തം ഇന്നോവേറ്റീവ് ഐഡിയാസും സ്വന്തം സ്കിൽസും കൊണ്ട് ഒരു എന്റർപ്രൈസ് സ്ഥാപിക്കുന്നവരെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഹാസ് നോ ഓണ്ടർപ്രണറിയൽ ബാക്ക്ഗ്രൗണ്ട്, ഹി ഈസ് ഓൾസോ കോൾഡ് ന്യൂ ഓണ്ടർപ്രണർ. പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലോ അങ്ങനെ ഒരു ഓണ്ടർപ്രണറിയൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽസ് കൊണ്ട് ഓണ്ടർപ്രണർ ആവുന്നവരെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അവരെ ന്യൂ ഓണ്ടർപ്രണർ എന്നും കൂടെ പറയും. നെക്സ്റ്റ് വൺ ആണ് മോഡേൺ ഓണ്ടർപ്രണർ. മോഡേൺ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ് അറിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് മോഡേൺ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ക്ലാസിക്കൽ ഓണ്ടർപ്രണർ. ഹി ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് ഓർ ട്രഡീഷണൽ ഓണ്ടർപ്രണർ. ഹി ഈസ് ഓൾസോ കോൾഡ് ലൈഫ് ടൈമർ. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ട് എന്താ പറയുക, കൂടുതൽ ഇന്നോവേഷനിലേക്കൊന്നും പോകാതെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് എന്റർപ്രൈസ് നടത്തിക്കൊണ്ട് പോകുന്നവരെയാണ് ക്ലാസിക്കൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ലാസ്റ്റ് കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. ക്ലാരൻസ് ഡാൻഹോഫ് എന്ന് പറഞ്ഞ ആള് ഒരു സ്റ്റഡി നടത്തി അതിലൂടെ കണ്ടെത്തിയ കുറച്ച് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർ ആണ് ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ, സെക്കൻഡ് വൺ അഡോപ്റ്റീവ് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണർ, തേർഡ് വൺ ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ്, ഫോർത്ത് വൺ ഡ്രോൺ ഓണ്ടർപ്രണർ. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ. ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഹി ഇൻട്രൊഡ്യൂസസ് ന്യൂ ഗുഡ്സ്, ഇനോഗ്രേറ്റ്സ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്കവേഴ്സ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് റെക്കഗ്നൈസസ് ദ എന്റർപ്രൈസസ്. അതായത് പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുകയും പുതിയ ഗുഡ്സ് കണ്ടുപിടിക്കുക, അതായത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഓണ്ടർപ്രണർ. അങ്ങനെയുള്ള ഓണ്ടർപ്രണറിനെയാണ് ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ട്രഡീഷണൽ വേയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഓണ്ടർപ്രണേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ചേഞ്ചസിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ട്രെൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റൊരാൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന. ഓക്കെ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിനെയാണ് ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവർ കൂടുതലായിട്ടും ഈ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്താണ് ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഉണ്ടാവുക, കോപ്പി ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. തേർഡ് വൺ ആണ് ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ്. ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ് അവർ ലേസി ആൻഡ് ഷൈ ആയിരിക്കും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ. അവർ പുതിയ മെത്തേഡ്സ് ഒന്നും അപ്ലൈ ചെയ്യില്ല, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും, മാറ്റങ്ങളൊന്നും നടത്താത്ത ആൾക്കാരെയാണ് ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഷൈ ആൻഡ് ലേസി. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് റിസ്ക്. അവർ പുതിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്ങനെയാണോ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ അവരുടെ ആൻസസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്നത്, അവരുടെ മുൻകാലത്തെ ആൾക്കാർ എങ്ങനെയാണോ അത് കൊണ്ടുപോയത് അതുപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് ഡ്രോൺ ഓണ്ടർപ്രണർ. ഡ്രോൺ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു റിഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻസിൽ മാറ്റങ്ങൾ വരുത്താനോ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കാനോ ഒന്നും താല്പര്യപ്പെടാത്തവരെയാണ് ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ മേ ഈവൻ സഫർ ലോസസ് ബട്ട് ദേ ഡു നോട്ട് റെഡി ടു മേക്ക് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മെത്തേഡ്. അവർക്ക് നഷ്ടം വന്നാൽ പോലും ഇപ്പോൾ ഉള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡിൽ നിന്ന് മാറ്റുകയില്ല. ദേ ഡു നോട്ട് പ്രിപ്പയർ ടു ടേക്ക് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിനാണ് ഡ്രോൺ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഈ ഡ്രോൺ ഓണ്ടർപ്രണേഴ്സിനെ ലെഗാർഡ്സ് എന്നും കൂടെ പറയും. ലെഗാർഡ്സ് എന്ന് പറയാനുള്ള കാരണം ആ ട്രഡീഷണൽ വേയിൽ നിന്ന് മാറ്റി ചിന്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവരെ ലെഗാർഡ്സ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഓണ്ടർപ്രണർഷിപ്പിന്റെ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ട്രെയ്റ്റ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. എല്ലാ ഓണ്ടർപ്രണേഴ്സും സക്സസ് ആവണമെന്നില്ല. സോ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, പാഷൻ ഫോർ ബിസിനസ്. ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവണമെങ്കിൽ അവർക്ക് ബിസിനസ്സിനോടൊരു പാഷൻ വേണം, ബിസിനസ്സിനോടൊരു താല്പര്യം വേണം.
ഓക്കെ, നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് ആണെങ്കിലും അതുപോലെ ഏത് സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവർ മറ്റൊരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് വിട്ട് റിസ്ക് എടുത്തിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ആ ബിസിനസ്സിനോടൊരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ബിസിനസ് സമൂഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരും എന്ന് ഉറപ്പുള്ളവരായിരിക്കും ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുണ്ടാവുക. സെക്കൻഡ് വൺ ആണ് ക്രിയേറ്റിവിറ്റി. ഓണ്ടർപ്രണേഴ്സ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ദേ മസ്റ്റ് ബി ക്രിയേറ്റീവ്. അവർക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. പുതിയ പുതിയ ഐഡിയാസ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാവണം. ക്രിയേറ്റീവായിട്ടുള്ള ഏത് ഏരിയാസിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റിയെങ്കിൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസസ് ആൻഡ് അസ്യൂം റിസ്ക്. അനദർ ക്വാളിറ്റിയാണ് സാക്രിഫൈസസ് എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ്. അതായത് എന്ത് വന്നാലും, നഷ്ടങ്ങൾ വന്നാലും നേരിടാനുള്ള ഒരു വില്ലിങ് ആയിട്ടുള്ള ഒരു മൈൻഡ്. അതുപോലെ തന്നെ റിസ്കുകൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാനുള്ള ആ കഴിവുണ്ടായിരിക്കണം. സാക്രിഫൈസസ് എന്ന് പറയുമ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ അവരുടെ ടൈം, അവരുടെ ബാക്കി എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് എല്ലാ ടൈമും ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു സാക്രിഫൈസിങ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ആണ് മെയിനായിട്ടും ഒരു സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ ഓണ്ടർപ്രണറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ആണ്. സോ ഹാർഡ് വർക്ക് നമ്മൾക്കറിയാം, ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് അവർ ചിലപ്പം 14 to 15, 16, 14, 15, 16 മണിക്കൂറുകൾ ഈ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരു ദിവസത്തിലുള്ളത്. അപ്പം നോർമലി ഒരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ അവർ മാക്സിമം 8 അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യും. എന്നാൽ ഇവർ അതിനേക്കാട്ടിലും അതിൻ്റെ എന്താ പറയുക 1.5 ഇരട്ടിയോളം സമയം അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഹാർഡ് വർക്ക് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറിൻ്റെ അനദർ ക്വാളിറ്റിയാണ്. ദെൻ ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ്. അവർ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുന്നത്. ദർ ഡ്രീംസ് ആർ ബിഗ്. വലിയ സ്വപ്നങ്ങൾ കണ്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരായിരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ആവുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റിയാണ് ഓപ്റ്റിമിസം അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം വന്നാലും ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭാവിയിൽ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിന് ഉണ്ടാവും. നെക്സ്റ്റ് വൺ ആണ് ഫോർസൈറ്റ്. ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കാണാം. ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. ദെൻ സെൽഫ് കോൺഫിഡൻസ്. അവരുടെ എബിലിറ്റിയിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഇന്നോവേറ്റീവ് എബിലിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പം കസ്റ്റമേഴ്സിനോടായാലും ആയാലും ഇവിടെ ഉള്ള എല്ലാ വർക്കേഴ്സിനോടായാലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച്. ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അത് ടെക്നോളജിക്കലി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാറ്റങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടായിരിക്കണം. ദെൻ ഡിറ്റർമിനേഷൻ, കറേജ് ആൻഡ് പെർസീവറൻസസ്. ഓക്കെ, ഇത് ഡിറ്റർമിനേഷനും കറേജും ഒക്കെ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറുടെ ഒരു ക്വാളിറ്റിയാണ്. ദെൻ ലീഡർഷിപ്പ്. ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ടീം സ്പിരിറ്റ്. ഇതൊരു ടീം വർക്കാണല്ലേ. ഈ ഒരു വ്യക്തി മാത്രമല്ല ആ ബിസിനസ്സിനെ കൊണ്ട് നടക്കുന്നത്, അതിലുള്ള എല്ലാ എംപ്ലോയീസും അതുപോലെ തന്നെ അവരുടെ കസ്റ്റമേഴ്സ്, അവർക്ക് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നവർ എല്ലാം കൂടി ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളവരായിരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണർ ആയിട്ട് മാറുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. നെക്സ്റ്റ് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓണ്ടർപ്രണർ. ഓണ്ടർപ്രണേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് ദ പ്രോജക്റ്റ്. ഒരു ബിസിനസ് എന്റർപ്രൈസ് സ്ഥാപിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ പ്രൊജക്റ്റ് പ്ലാനിങ് ആണ്. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എത്ര ക്യാപിറ്റലാണ് ആവശ്യമുള്ളത്, ലൊക്കേഷൻ ഏതാണ്, മാർക്കറ്റ്സ് എന്താണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ കാര്യങ്ങളിലേക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. അത് ഈ ഓണ്ടർപ്രണറുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ട ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാം സ്കാറ്റേർഡ് ആയിരിക്കും. എല്ലാ
രാജ്യത്ത് തന്നെ ആവണമെന്നില്ല, പല രാജ്യങ്ങളിലായി സ്കാറ്റേഡ് ആയിരിക്കും. ഇതിനെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവരിക, അതുപോലെ തന്നെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ടതും ഈ ഓണ്ടർപ്രണറുടെ ഫംഗ്ഷനാണ്. ദെൻ റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടൈനിറ്റി ബെയറിംഗ്. റിസ്ക് എടുക്കുക, അൺസർട്ടൈനിറ്റി, അതായത് ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ അത് ബെയർ ചെയ്യുക എന്നുള്ളതെല്ലാം ഓണ്ടർപ്രണറുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് മാനേജ്മെൻറ്റ്. ഒരു എൻ്റർപ്രൈസ് മാനേജ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ മാനേജീരിയൽ ഫംഗ്ഷൻ നോക്കേണ്ടതും ഈ ഓണ്ടർപ്രണർ തന്നെയാണ്. ഹി ലുക്സ് ആഫ്റ്റർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ ബിസിനസ്. പ്ലാനുകൾ ഉണ്ടാക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഡയറക്ഷൻ കൊടുക്കുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ മുഴുവൻ ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ മുഴുവൻ ഈ എൻ്റർപ്രണർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് പല ഏരിയയിലും ഡിസിഷൻസ് എടുക്കേണ്ട കേസസ് വരും. എവിടുന്ന് റോ മെറ്റീരിയൽസ് എടുക്കണം, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണോ, സ്വന്തമായിട്ട് കൊണ്ടുവരണോ, അല്ലെങ്കിൽ മെഷീനറി പർച്ചേസ് ചെയ്യണോ, റെൻറ്റിന് എടുക്കണോ, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് വരും. സോ ആ സമയത്തെല്ലാം കൃത്യമായ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് ഈ എൻ്റർപ്രണറുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ സെർച്ച് ഫോർ മാർക്കറ്റ്. പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന് എവിടെയാണ് മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുകയും ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, TV, റേഡിയോ, അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫിക്സ് ചെയ്യുക ഈ ഓണ്ടർപ്രണറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, എത്രയാണ് ലാൻഡ് ലോഡിന് കൊടുക്കേണ്ടത്, ലേബേഴ്സിന് എത്ര കൊടുക്കണം, വേജസ് എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും ഈ ഓണ്ടർപ്രണറുടെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇന്നൊവേഷൻ. ഇന്നൊവേഷനും ഓണ്ടർപ്രണറും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു കാര്യമാണ്. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇന്നൊവേഷൻ ആണ് അയാളുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലേസൺ വിത്ത് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതും ഈ ഓണ്ടർപ്രണറുടെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ടാക്സുകളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, ഡിലേ ഇല്ലാതെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. ദെൻ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഓൾസോ അനദർ ഫംഗ്ഷൻ ഓഫ് ആൻ ഓണ്ടർപ്രണർ. ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായ സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ടൈം ബൗണ്ട് ആയിട്ട് അതിൻ്റെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ഓണ്ടർപ്രണറുടെ ഫംഗ്ഷനാണ്. സോ ദീസ് ആർ സം ഓഫ് ദി ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓണ്ടർപ്രണർ. ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, ഓണ്ടർപ്രണറുടെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓണ്ടർപ്രണർ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണ്ടർപ്രണർ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്, ദെൻ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓണ്ടർപ്രണർ. ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സോ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏസ് യുവർ എക്സാം എന്ന പേജ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക്